ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താവും എന്നുള്ളത്. അപ്പോൾ ഒന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞത് സ്ക്രഞ്ചീസിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് തന്നെ. അപ്പോൾ ഈ ഒരു വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലൊരു ബിസിനസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ എങ്ങനെ ഓർഡർ കിട്ടും, അതുപോലെ തന്നെ ഞങ്ങൾക്കിത് വാങ്ങിയിട്ട് സെയിലാവണില്ല, ഇതൊക്കെയാണ് ഒരുപാട് പേരുടെ ഡൗട്ടുകളും. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തന്നെ അവർക്കൊക്കെ മടി. ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് സെയിലാവണില്ല, അതുകൊണ്ടൊക്കെയാണ് ഓരോരുത്തർക്കും ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമ്മളിതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കിതിങ്ങനെ പോണതിനനുസരിച്ചിട്ടാണല്ലോ നമുക്ക് ചെയ്യാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആർക്കും അങ്ങനെ ചെയ്യാനുള്ളൊരു ഇത് തോന്നുന്നില്ല എന്നൊക്കെയാണ് ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നത്. അവർക്ക് തയ്ക്കാനൊക്കെ അറിയാം, പക്ഷേ ഞങ്ങളെ കയ്യിൽ നിന്ന് ആരും വാങ്ങണില്ല. അപ്പോൾ അതൊക്കെയാണ് ഓരോരുത്തരെ കാരണങ്ങൾ. അപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു ഞാനും. ഫസ്റ്റ് തുടക്കത്തിലൊന്നും ഒരു ആളും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചായിരുന്നില്ല. എപ്പോഴും നമ്മളെ വീടിൻ്റെ അടുത്തുള്ളവർ ഒന്നും കണ്ടിട്ടൊന്നുമല്ല ഞാനിത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു അയൽവാസികളെയും കണ്ടിട്ടൊന്നും നമ്മളൊരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല, അവരൊന്നും വാങ്ങൂല. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഓൺലൈനിലായിട്ടാണ് എല്ലാവരും വാങ്ങുന്നത്. അതായത് ഏതൊക്കെ രാജ്യങ്ങളിൽ കിടക്കുന്ന ആളുകളാണ് നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ആളുകളും നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ ഓരോ പ്രൊഡക്റ്റും വാങ്ങുന്നത്. ഇപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട്. അപ്പോൾ അതിൽ കൂട്ടത്തിൽ തന്നെ സ്ക്രഞ്ചീസും അവർ ഒരുപാട് പേര് ഓർഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടാണ്ട് അങ്ങനെ കിട്ടുന്ന ഓർഡറും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ പോയിട്ട് നമ്മൾ അന്വേഷിക്കുക. ഇതുപോലെ ഞാൻ സ്ക്രഞ്ചീസ് അടിച്ചു കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഞാനിവിടെ കൊടുന്ന് തരട്ടെ എന്ന് ചോദിക്കുക. നമ്മൾ നമ്മുടെ വായോണ്ട് നമ്മൾ ചോദിക്കണം. അപ്പോഴാണ് നമുക്ക് ഓർഡർ കാര്യങ്ങളും കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നിട്ട് വെറുതെ ഇങ്ങനെ ചെയ്ത് ചിലപ്പോൾ ഒരു രണ്ടോ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ വാങ്ങിക്കും. അങ്ങനെ വാങ്ങുന്നവരും ഉണ്ട്, വാങ്ങാത്തവരും ഉണ്ട്. അപ്പോൾ അങ്ങനെയും വാങ്ങാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ ഇന്നൊരു വീഡിയോസ് തന്നെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കുക. സോഷ്യൽ മീഡിയയിൽ ഡെയിലി വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക. യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലും വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. അതല്ല ഇൻസ്റ്റഗ്രാം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യില്ല. ഒരു ദിവസം ഇട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടാലാണ് നമ്മൾ ആ ഒരു വീഡിയോസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ എത്ര മണിക്ക് നമ്മൾ ഇടുകയെന്നുണ്ടെങ്കിൽ അതേ ടൈമിങ്ങിൽ തന്നെ പിറ്റേ ദിവസം നമ്മൾ ഇടണം. അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ആളുകളുണ്ടാവും നമ്മുടെ വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡെയിലി നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാൻ പറ്റുള്ളൂ. അല്ലാണ്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ 1-2 വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് സെയിലൊന്നും കിട്ടണില്ല. അപ്പോൾ എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് തുടക്കത്തിൽ തന്നെ ഒരുപാടൊന്നും കിട്ടൂല. അപ്പം നമ്മളതിനിങ്ങനെ ശ്രമിച്ചിട്ട് വേണം നമുക്ക് കൂടുതൽ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടാൻ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ സ്ക്രഞ്ചീസിൻ്റെ ഞങ്ങൾക്ക് ഒരുപാട് ഓർഡർ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സ്ക്രഞ്ചീസിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ സാറ്റിൻ മെറ്റീരിയൽസ് ഒരുപാട് ഇറക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതുപോലെ നിങ്ങൾക്ക് ബൾക്കായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സ്ക്രഞ്ചീസ് വേണമെന്നുണ്ടെങ്കിലും മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഇതിപ്പോൾ ഞാൻ തയ്ച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മ അതിൻ്റെ ഇലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഉമ്മ ചെയ്യും. അപ്പോൾ എന്നേക്കാൾ ഇൻട്രസ്റ്റ് ആണ് ഉമ്മാക്ക് ഈ ഒരു കാര്യത്തിൽ. ഇപ്പം നമ്മളൊന്നും കൊടുത്തിട്ടോ ചെയ്തിട്ടോ അല്ല, പക്ഷെ നമ്മൾ ഇങ്ങനെ അടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഉമ്മ തന്നെയാണ് ഇലാസ്റ്റിക് കാര്യങ്ങളൊക്കെ കയറ്റുന്നത്. ഇങ്ങനെ ആക്കിയിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് പിന്നെ ഞാൻ ജോയിൻ ചെയ്യും. അപ്പം അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് സഹായത്തിനായിട്ട് ഒരുപാട് പേര് ഉണ്ടാവും. അപ്പം എനിക്കിപ്പോഴും നിങ്ങളോട് പറയാനുള്ളത് ഇനിയും മടിച്ചിരിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ
വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും സമയം കഴിഞ്ഞിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം. കൂടുതലും ഒരുപാട് സ്ത്രീകൾ വെറുതെ വീട്ടിൽ ഈ ഫോണും കുത്തി തോണ്ടിയിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പറയണത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് 10 പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നിട്ട് എന്നെ തന്നെ ചിന്തിച്ചാൽ മതി. ഞാൻ ആദ്യമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ വീഡിയോസ് യൂട്യൂബിൽ ഓരോ വീഡിയോസ് ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതുപോലൊക്കെ എന്നാവുക എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഇപ്പോൾ മാഷാ അല്ലാ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒന്നിൽക്കും ആവണില്ല, കുറച്ച് കടങ്ങളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് ഒന്നിൽക്കും. എന്തായാലും നമ്മൾ ട്രൈ ചെയ്യും. നമ്മൾ പാതി വഴിയിൽ വെച്ചിട്ട് നിർത്തി പോകുന്നില്ല. നമ്മൾ സക്സസ് ആവണ വരെ നമ്മൾ ഏത് ബിസിനസ്സാണോ നമ്മൾ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അതിന് തന്നെ ഉറച്ചു നിൽക്കും. പിന്നെ രണ്ടാമത്തെ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൽ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് അതവിടെ അങ്ങനെ ഇതായിട്ട് കിടന്ന്. പക്ഷെ എല്ലാവരും അതും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ അതിലെ ഓർഡർ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് വീഡിയോസും അതും ഇതിൽ നിന്ന് പിന്നെ പൈസ കിട്ടിയപ്പോൾ പിന്നെ നമുക്കത് വല്ലാത്തൊരു നോട്ടം ഉണ്ടായില്ല. അപ്പോൾ തന്നെ അങ്ങനെ ഈ ഒരു ചാനൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചാനലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മളെന്തായാലും ഇനി ആ ചാനലിലും വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടാൻ നോക്കാം. അത് ഇടാണ്ടായപ്പോൾ അതങ്ങനെ അവിടെ കിടന്നു. അപ്പോൾ നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാൻ നോക്കുക. അപ്പോൾ നിങ്ങളും സക്സസ് ആവും. ഞാൻ പറയുന്നത് നമ്മളെ വാക്കുകൾ കേട്ടിട്ട് നമ്മളെ കൂടെ പിന്തുടരുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വിജയിക്കും. ഞാനിവിടെ വരെ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ തന്നെയാണ്, അല്ലാണ്ട് വെറുതെ ഇവിടെ എത്തില്ല. അപ്പം അതുപോലെ തന്നെ നിങ്ങളും ചാനൽ തുടങ്ങാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ തുടങ്ങുക. ചെറിയൊരു എമൗണ്ടിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ചെയ്ത് നോക്കുക. അത് നമുക്ക് സക്സസ് ആയി എന്ന് കണ്ടാൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങുക. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോസ് കണ്ടതിന് ശേഷം അറിയിക്കുക. പിന്നെ സാറ്റിൻ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിലും സ്ക്രഞ്ചീസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഏത് കളറാണോ വേണ്ടത് വെച്ചെങ്കിൽ അതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ഒന്നും പറയാനില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. പിന്നെ അതിനോടൊപ്പം തന്നെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് മുന്നോട്ട് വരിക, ഒരു സംരംഭം തുടങ്ങുക. എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എപ്പോൾ എന്ത് ഡൗട്ട് കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും പിന്നീടാണെങ്കിലും ഞാൻ റിപ്ലൈ തന്നിരിക്കും. അതെല്ലാവർക്കും അറിയണ കാര്യമാണ്. വാട്സപ്പിൽ എപ്പോൾ ചോദിച്ചാലും ഞാൻ റിപ്ലൈ തരുന്നതാണ്. കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തരാത്തത് നമ്മളതങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് എടുത്ത് നോക്കാറ്. പക്ഷെ അതുപോലെയല്ല, വാട്സപ്പിൽ എന്ത് ഡൗട്ട് ചോദിച്ചാലും ഞാനത് ക്ലിയർ ചെയ്ത് തരാറുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് ഇതിനൊക്കെ നിങ്ങളുടെ കമൻറ്റ് നിങ്ങളെന്ത് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബായ്.